അങ്ങനെയുള്ള കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള വാചകം ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്തിരുന്ന ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെയാണ് എൻ്റെ താത്ത പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ സ്ഥാപനത്തിൽ ചെന്ന് ചോദിച്ചു ഇങ്ങനെ അഡ്മിഷൻ തരൂ. പക്ഷെ ആ സമയത്ത് അവര് പറഞ്ഞു അഡ്മിഷൻ തരാൻ പറ്റൂല, നൂറിന് കയ്യും കാലും അല്ലാത്തത് കൊണ്ട് അത് മറ്റുള്ളവരെ ബാധിക്കും, അവരുടെ സമയം അവരുടെ പഠിപ്പിനെ ഒക്കെ ബാധിക്കും, അതുകൊണ്ട് അഡ്മിഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊല്ലം ഞാൻ സാധാരണ കേരള ഗവൺമെന്റിന്റെ സ്കൂളിൽ പഠിച്ച് പിറ്റത്തെ കൊല്ലം ചെന്ന് ചോദിച്ചപ്പോഴും അവരതേ കാര്യം തന്നെ പറഞ്ഞു. വിഷമത്തോടെ എൻ്റെ ഉമ്മയും ഉപ്പയും തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്നു ഇതിനെതിരെ നിങ്ങൾ നിയമപരമായിട്ട് നീങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ കുറെ ഫ്രണ്ട്സും ഉമ്മാക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉപ്പ ഉമ്മ അതിനൊന്നും നിന്നില്ല. കാരണം ഒരാളെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ലല്ലോ. അതൊരാൾ മനസ്സിലാക്കി ചെയ്യണം. ആ മനുഷ്യത്വം ഉള്ളവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെ നമുക്ക് വിളിക്കാൻ പറ്റുക, അല്ലേ? പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും. ഇപ്പൊ നമുക്ക് വിധിച്ചിട്ടുള്ളത് അല്ല എങ്കിൽ നമ്മൾ എത്ര തലകുത്തി പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് കിട്ടൂല, അല്ലെ? ഇപ്പൊ നമുക്കുള്ളതാണെങ്കിൽ ആരൊക്കെ മുടക്കിയാലും നമുക്ക് കിട്ടാവുന്നത് നമുക്ക് കിട്ടും, അല്ലെ? അത് പഠിച്ചോണ്ട ഒരു ഗെയിമാണ്. അങ്ങനെ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന നല്ലൊരു സ്കൂളിൽ ഞാൻ പഠിച്ച് ആ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ കഴിവുകളെ മെച്ചപ്പെടുത്തണമെന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എന്റെ അധ്യാപകരും ആഗ്രഹിച്ചത് കൊണ്ട് ഓൾ ഇന്ത്യ ലെവൽ പെയിന്റിംഗ് കോമ്പറ്റീഷനും ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷനും എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതേപോലെ തന്നെ 2 കൊല്ലം ഞാൻ ആ സ്കൂളിന്റെ സ്കൂൾ ലീഡറായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ ഞാൻ 12ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം എന്നെ അംഗീകരിക്കൂല, എനിക്ക് അഡ്മിഷൻ തന്നില്ല എന്ന് പറഞ്ഞ സ്കൂള്, ആ സ്കൂളിലെ ആനുവൽ ഡേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചു. അപ്പൊ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷമാണ് അവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന തിരിച്ചടി. അത് ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി പറയും. ഇന്ന് വെക്കാം, പക്ഷെ അങ്ങനല്ല, തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെയും കൂടെ തോണ്ടിയിട്ട് അതാ നോക്കുക ആ കുട്ടിക്ക് കയ്യില്ല എന്ന് തോണ്ടി കാണിച്ചു കൊടുക്കുന്ന അവസ്ഥകൾ പലപ്പോഴും ഞാൻ നേരിട്ടിട്ടുണ്ട്. പണ്ടും അതെ, ഇപ്പോഴും അതെ. ഇപ്പൊ പക്ഷെ കുറേ വ്യത്യാസമുണ്ട്. അങ്ങനെ പണ്ട് ഒക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. ചിലപ്പോൾ ഇരുന്ന് കരയും, ചിലപ്പോൾ ദേഷ്യം പിടിക്കും, ചിലപ്പോൾ ഇങ്ങനെ മൂക്കും. പിന്നെ വലുതായപ്പോൾ ഞാൻ പറയും കൈ മാത്രമല്ല താത്ത കാലും ഇല്ല എന്ന് പറയും. അത്രക്കുള്ള ധൈര്യമായി എനിക്ക്, കാരണം ഉള്ളതാണല്ലോ. കൈ മാത്രമല്ലെങ്കിൽ കാലുമില്ല. പക്ഷെ എനിക്ക് അതിലൊരു കുഴപ്പമില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്ത വിജയം. അതാണ് ശരിക്കും എൻ്റെ ലൈഫിൻ്റെ സക്സസ്. പിന്നെ ഇപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ എൻ്റെ ഡിസബിലിറ്റി എന്ന് പറയുന്നത് 90%. വെറും 10% മാത്രം എബിലിറ്റി എനിക്ക് ഉള്ളൂ എന്ന് ആണ് എന്താ പറയുക സയൻസ് എനിക്ക് വിധി എഴുതിയിട്ടുള്ളത്. അപ്പം ചെറുപ്പത്തിൽ ഞാൻ ജനിച്ച സമയത്ത് ഞാൻ എന്തായിരിക്കും, എണീറ്റിരിക്കുമോ എന്ന് പോലും സംശയിച്ചെടുത്തോ നിന്ന് 2 കാലിൽ ഞാൻ ജനിച്ച 9 മാസമായപ്പോൾ മുതൽ എനിക്ക് വെപ്പുകാല് വെച്ച് നടക്കാനായിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഓരോ ചുവടുകൾ വെക്കുന്ന സമയത്തും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം എൻ്റെ വെപ്പുകാലം ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാനൊരു 18 വയസ്സ് വരെ സാധാരണ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു വെപ്പുകാലമായിരുന്നു ഉപയോഗിച്ചത്. അപ്പം ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, എനിക്ക് കയ്യും കാലില്ലതൊന്നും വിഷയമല്ല എന്നൊക്കെ എത്രത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരിക്കലും ഞാൻ അതിജീവിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. കാരണം ഇതിൻ്റെ ഒക്കെ കൂടെ ഞാൻ എൻ്റെ ജീവിതം അങ്ങോട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ഓരോ ദിവസവും കയ്യും കാലും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒരാൾക്കും ഇമാജിൻ ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ എനിക്ക് ജനിച്ചപ്പോൾ കയ്യും കാലും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഫീൽ എന്താണെന്നോ, കൈ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നോ കാലുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വെപ്പുകാലം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ കാരണം കയ്യോ കാലോ മുറിച്ച് കളയേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഈ വെപ്പുകാലിട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ വെപ്പുകാലം വെക്കുന്നതിന് മുന്നേ അവർക്ക് ആ കാലുള്ള മരത്തൊരു ഫീല് തോന്നും. ഫോൾസ് ഫുട്ട് എന്ന് പറയും അതിന്. അപ്പം കാലുണ്ട് എന്നുള്ള വിചാരത്തിൽ അവർ ഇറങ്ങി നടക്കുമ്പോൾ മറിഞ്ഞു വീഴും. അങ്ങനെ
അങ്ങനെ കൂടുതൽ അപകടങ്ങൾ പറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമുണ്ട് എൻ്റെ ജീവിതം ജീവിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. ഞാൻ അതാണ് പറയും, ഞാനങ്ങനെ എനിക്ക് കയ്യും കാലും ഇല്ലാത്തതിലൊന്നും ഞാനങ്ങനെ വിഷമിക്കാറില്ല. കാരണം എനിക്കങ്ങനെ വിഷമിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ മാതാപിതാക്കൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തു നിന്നും എനിക്ക് അംഗീകാരവും ആക്സെപ്റ്റൻസും മാത്രമൊന്നല്ല കിട്ടിയിട്ടുള്ളത്. ചിലരുടെ വാക്കുകളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് മുഖത്തടിക്കുകയായിരുന്നു ഇതിലും നല്ലത് എന്ന് തോന്നിയിട്ടുള്ള പല അവസരങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ വിശ്വസിക്കും തോറും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ കിട്ടും എന്നുള്ളത് ഒരു വാസ്തവമാണ്, ഒരു ജീവിതപാഠമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങളുണ്ടാവും എന്ന് എനിക്ക് എപ്പോഴും ഒരു വിശ്വാസമുണ്ട്. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ജനിച്ചതുകൊണ്ട് എന്നെപ്പോലും എന്നെക്കാളേറെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എനിക്ക് കാണാൻ പറ്റി. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ IPM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ ഒരു WHO സർട്ടിഫൈഡ് വോളണ്ടിയറാണ്. അവിടെ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെയും മറ്റ് വയ്യായികളുള്ള പേഷ്യൻസിനെയും ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ട് ഇനി മരണം മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിലെത്തിയിട്ടുള്ള ഒരുപാട് കുഞ്ഞു മക്കളെയും പല പ്രായത്തിലുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്കൊന്ന് ശരിക്കും നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് ഭയങ്കര വലുതാണ്. അത് ഒരിക്കലും ആരെയും കുറച്ച് കാണാൻ പറ്റുന്നതോ കുറച്ച് കാണരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ നമുക്ക് മാത്രമല്ല ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളത്, നമ്മളെക്കാളും വലുത് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. പിന്നെ എന്താണെങ്കിലും അത് നമുക്ക് എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പിക്കാം. പിന്നെ എന്നെപ്പോലെയുള്ള പ്രായത്തിലുള്ള ഒരുപാട് പേർക്ക് ഇപ്പം നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര വ്യാപകമായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പല കുട്ടികളും എന്താ പറയുക, നമ്മൾ തമാശക്ക് പറയും നേരെ ഫോണിലേക്കാണ് പെറ്റിട്ടെന്ന് പറയില്ലേ, അങ്ങനെ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ കുട്ടികൾ മാത്രമല്ല മാതാപിതാക്കളും കുറേ പഠിച്ച് മനസ്സിലാക്കാറുണ്ട്. കാരണം ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം എന്താ പറയുക, നമുക്കറിയുന്നതിനേക്കാളും ഇപ്പോഴത്തെ ജനറേഷനിലെ പുതിയ കുട്ടികൾക്ക് നല്ലപോലെ അറിയാം. അപ്പം നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ ഒരു തഞ്ചത്തിൽ സ്നേഹത്തിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവുള്ളൂ. എൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കാലിൻ്റെത് പറഞ്ഞപ്പോൾ സൂചിപ്പിക്കാൻ വിട്ടതാണ്. ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളത് എൻ്റെ 2 കാലിലും ആർട്ടിഫിഷ്യൽ ലിംബാണ്. ഈ വലത്തെ കാല് തൊട മുതലും ഇടത്തെ കാല് മുട്ട് മുതലുമാണ് ആർട്ടിഫിഷ്യൽ ലിംബുള്ളത്. എൻ്റെ 2 കാലിനും കൂടി ഒരു 12 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ പറഞ്ഞത് എൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് കാണിക്കാനോ ഞാൻ ഭയങ്കര പൈസക്കാരത്തിയാണെന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനോ ഒന്നുമല്ല. ഒരു സാധാരണ വീട്ടിൽ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് കയ്യും കാലും എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു അനുഗ്രഹമാണ്, കൂടുതൽ ആൾക്കാർക്കും ഉള്ള ഒരു അനുഗ്രഹമാണ്. അതിനിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കയ്യും കാലും ഉള്ളത് നിങ്ങൾ പഠിച്ചവനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് തന്നൊന്നല്ലല്ലോ, അല്ല. പക്ഷെ ഞാൻ ചോദിക്കാൻ മറന്നുകൊണ്ട് എനിക്ക് തരാത്തതുമല്ല. നിങ്ങൾക്കൊക്കെ ഉള്ള ഈ അനുഗ്രഹം എനിക്ക് പൈസ കൊടുത്ത് വാങ്ങുന്ന ആ ഒരു അവസ്ഥയാണ് എൻ്റെ ജീവിതം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊക്കെ ശരിക്കും കോടാനുകോടി രൂപൻ്റെ ശരീരമാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഒത്തിരി വേദന വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര കുറ്റപ്പെടുത്തലും വിഷമിക്കലും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കുള്ള ഓരോ അവയവങ്ങളും കൈയാണെങ്കിലും കാലാണെങ്കിലും എന്താണെങ്കിലും ഏറ്റവും വിലപ്പെട്ടതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ കാലുണ്ടാക്കുന്നത് ഒരു ജർമ്മൻ കമ്പനീൻ്റെ ഓട്ടോബോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജർമ്മൻ കമ്പനീൻ്റെ ഗപ്പുകാല് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. അവിടെ 35 ലക്ഷത്തിൻ്റെ കാലും 3 കോടീൻ്റെ കാലും ഒക്കെ ഉണ്ട്. പലതിൻ്റെയും കംഫർട്ടും സുഖമായിട്ട് നടക്കാൻ പറ്റുന്നതൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. പൈസ ഉള്ളവനത് വാങ്ങാം, പൈസ കുറവുള്ളവന് ആ റേഞ്ചിലുള്ളത് വാങ്ങാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്ര വാല്യൂ നമ്മുടെ ശരീരത്തിനുണ്ട്. ആ കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. കാരണം കണ്ണില്ലാത്തവനാണ് കണ്ണിൻ്റെ വില മനസ്സിലാവും, അല്ലേ? അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ
പാരൻസിനോടായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ജനറേഷനിലൊക്കെ തന്നെ ജനിച്ച് വളർന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്, നേരത്തെ മാഷ് സൂചിപ്പിച്ചത് തന്നെ, കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്നിടത്തേക്ക് മക്കൾ പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ അവർക്കൊരു മാതൃകയാവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ലഹരി കാര്യങ്ങൾ ഒക്കെ ഭയങ്കര വ്യാപകമാണ്. നമുക്കൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം നമ്മൾ വളർന്ന ജനറേഷൻ വേറെയാണ്, കുട്ടികൾ വളരുന്ന ജനറേഷൻ വേറെയാണ്. ഇവരോടൊക്കെ ദേഷ്യപ്പെട്ടിട്ടോ ചൂടായിട്ടോ അടിച്ചിട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങൾ നേടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദേഷ്യത്തോടെ അല്ലെങ്കിൽ അടിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോടുള്ളൊരു ദേഷ്യം കൂടിയല്ലേ ചെയ്യുള്ളൂ, അല്ലേ? നമ്മൾ ചേർത്ത് പിടിച്ച്, ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ആരെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ചെറിയൊരു കുട്ടി ഇവിടെ വീണ് മുട്ടും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചേർത്ത് പിടിച്ച് സാരമില്ല എന്ന് പറയുമ്പോൾ അതിന് ഒരു തോന്നലുണ്ടാവും, എന്നെ സമാധാനിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ വേദന മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ ഈ എന്തിനാ ഓടിക്കളിച്ചുകൊണ്ടല്ലേ വീണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി കരയും. കുട്ടിക്ക് കരയാനേ അറിയുള്ളൂ. കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നും അതേപോലെ ആ ഒരു നന്ദിയും കടപ്പാടും ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. പിന്നെ നേരത്തെ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ മിക്ക ആൾക്കാരും ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുകളാണ്. ഞാനും അങ്ങനെ തന്നെ ഇരുന്നു. അതിനൊരുപാട് വാലിഡ് ആയിട്ടുള്ള കാരണങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കല്യാണം കഴിക്കൂല, ജന്മത്ത് കിട്ടൂല എന്ന് പറഞ്ഞ് നടന്നിട്ടുള്ളൊരു ആളായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും തകർന്ന് തരിപ്പണായി നിൽക്കുന്ന സമയത്ത് ആയിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണുന്നതും നമ്മൾ ഫ്രണ്ട്സായിരുന്നു. എൻ്റെ ഉമ്മയും ഉപ്പ എന്നെ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്കിന്ന് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സോറി പറയാനും താങ്ക് യു പറയാനും സമാധാനിപ്പിക്കാനും തല്ലുകൂടാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ഇത്രയും കാലങ്ങൾ ഉണ്ടായതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ സ്വപ്നം കണ്ടതിലും അടിപൊളിയായിട്ട് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിതം അങ്ങോട്ട് സാക്രിഫൈസ് ചെയ്യുന്നതിനേക്കാളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരു താളത്തിൽ ജീവിക്കുമ്പോൾ അതിനാണ് ശരിക്കും ഒരു ഭംഗി ഉണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും സ്നേഹിച്ച് കൊതി തീരാത്ത വണ്ണം നമ്മൾ മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ അടുത്ത് ഒരു ജിമ്മിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുത്തെ ജിമ്മിൻ്റെ ഓണർ പറയായിരുന്നു, അയാൾ കല്യാണം കഴിച്ചിട്ട് 12 കൊല്ലമായി. പക്ഷേ അയാൾ കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലമായി. 12 വർഷം മുമ്പാണ് ജിമ്മ് സ്ഥാപിച്ച് തുടങ്ങിയത്. പക്ഷെ ഭാര്യനെ കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവരുടെ സപ്പോർട്ടും സ്നേഹവും എന്ത് വീഴ്ചയാണെങ്കിലും എന്ത് ബിസിനസ് ഇടിയുമ്പോഴും ഒക്കെ ഭാര്യ കൂടെ ഉണ്ടായപ്പോൾ അയാൾക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ഇല്ലാതെ ഓരോ ദിവസവും ടെൻഷൻ അടിക്കാതെ ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് അയാൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എനിക്ക് കത്തിയ കാര്യം എന്താ വെച്ചാൽ ആ ഭാര്യ എന്ന നിലയിൽ വിജയിച്ചിട്ടുണ്ട്, അല്ലേ? എനിക്കങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി വെച്ചേ. അപ്പോൾ ഓരോ ദിവസം നമ്മുടെ കൂടെയുള്ള ആർക്കാണെങ്കിലും അഭിമാനമായിട്ട് മാറാൻ പറ്റുന്ന വ്യക്തികളായിട്ട് ഓരോരുത്തർക്കും മാറാൻ ശ്രമിക്കാം. എല്ലാവരെയും നന്നാക്കിയിട്ട് ജീവിക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് സ്വയം നന്നായി മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റും. അവസാനമായിട്ട് ഒറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ലപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ്. പലരും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായി പോകുന്ന ഒരു കാലമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കണ്ണടച്ച് വിശ്വസിക്കാതെ അവർ ഭയങ്കര സൂപ്പർ ഓർഡിനറി ആൾക്കാരൊന്നും ആയിരിക്കണം എന്നില്ല. നമുക്ക് നമ്മളെപ്പോലെ എല്ലാവരെയും പോലെ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. പക്ഷേ അവർക്കുള്ള കാര്യങ്ങൾ നല്ല പോലെ യൂട്ടിലൈസ് ചെയ്യാൻ ആർക്കാണോ പറ്റുന്നത് അവർ ജീവിതത്തിൽ മുന്നേറി വിജയിക്കും. ഏതൊരു സാഹചര്യം ഒരു അവസരമായിട്ട് കണ്ട് ജീവിതത്തിൽ സ്റ്റക്കായി പോവാതെ സ്വന്തത്തിൽ വിശ്വസിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിച്ച് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി എന്നും നന്മയുള്ളവരും നന്ദിയുള്ളവരുമായി മാറി നമുക്ക് മുന്നോട്ട് പോവാം.